മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു സ്മിറ്റ് ആൻഡ് ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയില് പാർട്ട് 1 ഞാൻ സ്മിറ്റ് എന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് വെറും എന്താ പറയുക ഷിപ്പിംഗ് ചാർജ് മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് പ്രോഡക്ട്സിന് ഒറ്റ പൈസ പോലും കൊടുക്കാതെ എങ്ങനെ നിങ്ങൾക്ക് സ്മിറ്റ് നിന്ന് പർച്ചേസ് ചെയ്യാനുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതുപോലെ ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് വെറും 60 രൂപ മാത്രം, അതായത് ഷിപ്പിംഗ് ചാർജ് മാത്രം പ്രൊഡക്റ്റിന് 0 rupees കൊടുത്തുകൊണ്ട് വാങ്ങിച്ചിട്ടുള്ളതെന്നുള്ള ആ ഒരു വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിച്ചെന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൽ ചില പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇന്ന പ്രൊഡക്റ്റ് നല്ലതാണോ അല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കുക, എന്നിട്ട് ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ നോർമലി നമുക്ക് സ്മിറ്റ് നിന്ന് പർച്ചേസ് ചെയ്യാലോ, അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ബോക്സ് ആണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ആൻഡ് അതിൽ ഞാൻ അത്യാവശ്യം നല്ല നല്ല അടിപൊളി ബ്രാൻഡഡ് പ്രോഡക്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഏതൊക്കെയാന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന്റെ മുന്നേ നമ്മുടെ ചാനലിൽ ഞാൻ നോക്കുന്ന സമയത്ത് നമുക്ക് അനലിറ്റിക്സിലൊക്കെ നമുക്ക് നോക്കുന്ന സമയത്ത് കാണാനായിട്ട് പറ്റും നമ്മുടെ റീച്ചും എൻഗേജ്മെന്റ് ഒക്കെ നോക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സിനേക്കാൾ കൂടുതലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാട്ടോ കാണുന്നത്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നത്? എന്തായാലും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പണിയല്ലേ. അപ്പൊ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇപ്പം വീഡിയോയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോമന്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് അത് ഭയങ്കര സന്തോഷമായിട്ട് ഫീൽ ചെയ്യും ആസ് എ ബിഗിനർ യൂട്യൂബർ. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന്റെ മുന്നേ എന്റെ പേര് മേഘാവണി എന്നാണ്. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കണ്ട. സോ ഞാൻ ബോക്സ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. അപ്പോ ഇതാണ് കേട്ടോ ആ 2 ബോക്സ് വരുന്നത്. ഈ 2 പെട്ടി നിറയെ ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 2 ബോക്സ് നിറച്ച് സാധനങ്ങളാണ്. അപ്പൊ ഇതിൽ ഒരു ബോക്സ് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് രണ്ടാമത്തെ ബോക്സ് എന്തൊക്കെയാണുള്ളതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ബോക്സ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാലോ. അപ്പൊ കണ്ടോ, ഇത്രയും അധികം പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. ഇതിലുള്ള ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്നെ ഫസ്റ്റ് കാണിച്ചു തരണോ? അതന്നെ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ഗാർണിയറിന്റെ ഈ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആണ് ഗാർണിയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സിറം ഫേസ് വാഷ് ആണ് വരുന്നത്. ബ്രൈറ്റ് കംപ്ലീറ്റ് സിറം ക്ലെൻസർ വൈറ്റമിൻ C+, ബ്രൈറ്റൻസ് ലൈക്ക് എ സിറം വിസിബിളി ബ്രൈറ്റർ സ്കിൻ ഇൻ 1 വാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇവർ എപ്പോഴും ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, നമ്മൾ ഒരു സിറം യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ സിറം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് കൂടി ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടെന്നാണ്. ഇത് ചിലപ്പോൾ അങ്ങനെ അത്ര ഫോക്കസ് ആവുന്നുണ്ടാവില്ല കേട്ടോ. എന്റെ ഫേസേ ഫോക്കസ് ആവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ ഫേസിന്റെ ഭാഗത്ത് ഇട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഈ ഒരു ബ്രൈറ്റ് കംപ്ലീറ്റ് സിറം ഫേസ് ക്ലെൻസർ വരുന്നത്. പിന്നെ ഇത് എത്ര ഗ്രാമാന്ന് വെച്ച് കഴിഞ്ഞാൽ 50 gram ഓഫ് പ്രോഡക്റ്റ് ആണ് കേട്ടോ വരുന്നത്. 50 gram ഓഫ് പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ് ഇസ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനാട്ടോ കൊടുത്തിട്ടുള്ളത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇതൊരു സിറം ക്ലെൻസർ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഇന്ന സ്കിൻ ടൈപ്പ് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്റെ ഒരു കോമ്പിനേഷൻ കൈൻഡ് ഓഫ് സ്കിൻ ആണ്. കോമ്പിനേഷൻ തന്നെ ഓയിലി സൈഡുകളിലോട്ടാണ് ഏറ്റവും കൂടുതലുള്ളത്. എനിക്ക് അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കര എന്റെ ഫേസ് ഡ്രൈ ആക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടില്ല. എന്റെ ഫേസ് അങ്ങനെ ഭയങ്കര ഓയിലി ആയിട്ടാവും അല്ലെങ്കിൽ ആ ഒരു ഓയിൽനെസ് ഫുള്ള് പോക്കാത്ത പോലെ ഫീൽ ചെയ്തിട്ടില്ല. ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ്, ചെറിയൊരു ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിൽ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്തേക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. എനിക്ക് ഇതിന്റെ ഒരു ടെക്സ്ചർ ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതിന്റെ ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതല്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വീണ്ടും ഒരു ഷോർട്സ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ പ്രോഡക്റ്റ്. ആൻഡ് ഈ ഒരു ഫേസ് വാഷ് ഞാൻ 0 ട്രയൽ പോയിന്റ്സ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. കാരണം ആ ഒരു ടൈമിൽ ആ ഒരു സ്മിറ്റിന്റെ ആ ഒരു ടൈമിൽ ഇപ്പൊ അതുണ്ടോന്ന് അറിയില്ല, കോൺടെസ്റ്റ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞെന്ന്. ഗാർണിയറിന്റെ ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതിന് നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ടൊരു നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുമായിരുന്നു കേട്ടോ. 0 ട്രയൽ പോയിന്റ്സിന്. ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പ്രോഡക്ട്സ് വാങ്ങുന്നതിന് ഞാൻ സ്മിറ്റ് എന്നുള്ള നോർമലി 244 or 45 rupees കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുള്ളത്. നോർമലി നമ്മൾ സ്മിറ്റ് എന്ന് പർച്ചേസ് ചെയ്യുന്ന പോലെ 8 ട്രയൽ പോയിന്റ്സ് എങ്ങാനും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സാധനങ്ങളാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൽ എക്സ്ട്രാ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നത് 0 ട്രയൽ പോയിന്റ്സിനാണ് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ? അതും 50 gram ഓഫ് പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് കാലം യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും ചെയ്യും. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഈശ്വര, കൊതു അല്ലേ പോകുന്നത്? എന്റെ വീഡിയോ അലമ്പാക്കാനായിട്ട് തന്നെ കൊതു. ഞാൻ വീഡിയോ എടുക്കാനിരുന്നപ്പോഴേക്ക് തന്നെ നല്ല മഴ, പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് കൊതു, എല്ലാം കൂടി എന്റെ വീഡിയോ കൊളാക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് ഏതാന്ന് നോക്കാം.
നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിന്റെ ഈ ഒരു ഷാംപൂ ആണ് കേട്ടോ. ഇതൊരു അവരുടെ അർഗൻ ഓയിൽ ആൻഡ് ലാവൻഡർ സൾഫേറ്റ് ഫ്രീ ഷാംപൂ ആണ്. നല്ല സ്മൂത്ത് ആക്കി വെക്കുന്നൊക്കെ പറയുന്നുണ്ട്. നോ പാരബൻസ്, നോ ഡൈസ്, പിന്നെ പ്ലാന്റ് ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ എന്താണ് ക്ലെൻസേഴ്സ് ഒന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് ഒരു ഷാംപൂ ആണ് കേട്ടോ. ഹെയർ ഷാംപൂ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു ലവ് ആൻഡ് ബ്യൂട്ടി പ്ലാനറ്റിന്റെ. ഇത് അത്ര ഫോക്കസ് ആവുന്നില്ല ഗൈസ്. ഓക്കെ, ഇപ്പൊ ഫോക്കസ് ആവുന്നില്ലേ? അപ്പൊ ഇതാ ഈ ഒരു ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിന്റെ ഇത് അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. റീസെന്റ് ഒരുപാട് പേര് ഈ ഒരു ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവരുടെ ഒരു ഷാംപൂ ആണ് കേട്ടോ. ഈ ഒരു ഷാംപൂന് നല്ല കോക്കനറ്റിന്റെ സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഈ ബൗണ്ടി ഉണ്ടല്ലോ, ബൗണ്ടി, അതില് തേങ്ങ ഉള്ളത് കൊണ്ട് തന്നെ, കോക്കനറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്മെൽ ഉണ്ടാവുമല്ലോ ആ ഒരു മിഠായിക്ക്. അങ്ങനത്തെ ഒരു ഡീപ്പായിട്ടുള്ള കോക്കനറ്റിന്റെ ഒരു സ്മെല്ലാണ്. അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ചിലവർക്ക് ചില സ്മെൽസ് ഒന്നും ഇഷ്ടമല്ലല്ലോ. ചിലവർ കാണുന്നുണ്ടെങ്കിൽ ചില സ്മെൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു മണമാണ്. ഇടയ്ക്കൊക്കെ നമുക്ക് ഭയങ്കര നമുക്ക് ഒരു ഇറിറ്റേഷൻ ചില സമയത്തൊക്കെ ഫീൽ ചെയ്യും. കാരണം നല്ല സ്മെല്ലുണ്ട്. മൈൽഡ് സ്മെല്ലൊന്നല്ല, നല്ലൊരു കോക്കനറ്റ് സ്മെല്ലാണ്. പക്ഷെ നല്ലൊരു സ്മെല്ലാണ്. അങ്ങനെ ഭയങ്കര നമുക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു സ്മെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് എത്ര ml ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് 30 ml ആണ് കേട്ടോ. അപ്പൊ അതും എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. 30 ml കിട്ടുന്നുണ്ടല്ലോ. ഷാമ്പു ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഡെയിലി ബേസിലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസത്തിൽ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ട്വൈസ് ഒക്കെ ആയിട്ട് നമ്മൾ ഷാമ്പൂസ് യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രാൻഡ് 30 ml ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് കാലം യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റുള്ളൂ. ട്രയലായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് കാലം കിട്ടുന്നതാണ് 30 ml ഉള്ളത് കൊണ്ട് തന്നെ. സോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇവരുടെ തന്നെ ഞാൻ കുറെ ആയിട്ട് ഹെയർ സിറം വാങ്ങിക്കണം, ഏതെങ്കിലും ഒരു ഹെയർ സിറം ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവരുടെ തന്നെ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിന്റെ തന്നെ ഒരു സിറം ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് ഓർഗാനിക് അർഗൻ ഓയിൽ ആൻഡ് ലാവൻഡർ ഉണ്ട്. ഇൻസ്റ്റന്റ് ഫ്രിസ് കൺട്രോൾ ഹെയർ സിറം 3x സ്മൂത്തർ ഹെയർ എന്ന് കൊടുത്തിട്ടുണ്ട്. വീഗൻ ആണ്. പിന്നെ അതുപോലെ തന്നെ നോ പാരബൻസ്, നോ ഡൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിറമാണ് വരുന്നത്. ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിന്റെ ഈ ഒരു സിറമാണ് വരുന്നത്. കണ്ടോ? അപ്പൊ ഇത് വരുന്നത് 15 ml ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ മാത്രമുള്ള അത്യാവശ്യം സിറം വരുന്നുണ്ട്. ഇത് ഞാനത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാവേ. സോ ഇതാണ് കേട്ടോ. ഇത്രയും വലുപ്പമുള്ള ഒരു ബോട്ടിലാണ് വന്നിട്ടുള്ളത്. കണ്ടോ? അപ്പൊ ട്രയൽ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു 15 ml ഓഫ് പ്രൊഡക്റ്റ് കിട്ടുക എന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം വർത്ത് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് അടുത്തൊരു പ്രൊഡക്റ്റ് വരുന്നത്. ഇതിന്റെ സ്മെല്ലെന്ന് പറയുന്നത്, ഇതിന്റെ സ്മെല്ല് ഏകദേശം ആ ഒരു സ്മെല്ല് ഉണ്ടല്ലോ അതേപോലത്തെ ഒരു സ്മെല്ല് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഞാന് ഫോണിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഫേസ് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആയിട്ടാണോ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ നേരെ സ്ക്രീനിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അതാണ് കുറച്ചൊരു നിങ്ങൾ നോക്കുമ്പോൾ ഒരു പ്രശ്നം വരുന്നത്. ഇറ്റ്സ് ഓക്കെ, ഇന്ന് കുഴപ്പമില്ലല്ലോ. അപ്പം ഇതാണ് കേട്ടോ. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ഹെയർ ഭയങ്കര ഫ്രിസി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ആ ഫ്രിസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് ഹെയറിൽ ഭയങ്കര സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല്. ഞാന് എന്റെ ഹെയർ ഭയങ്കര ഫ്രിസി ആയിട്ട് ഫീൽ ചെയ്യുന്ന ദിവസം ഞാൻ ബോട്ടോക്സ് ഓൾറെഡി ട്രീറ്റ് ചെയ്തിട്ടുള്ള ഹെയറും കൂടി ആയതുകൊണ്ട് അതിന്റെ രീതിക്ക് ഷാംപൂ ആൻഡ് മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് കഴുകിയിട്ട് ഞാനിപ്പം ഈ ഒരു സിറം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ലൊരു സ്മൂത്ത് ആയിട്ട് നമ്മുടെ ഹെയർ നല്ല മാനേജബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഒരു സിറം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു ഷാംപൂവും കുഴപ്പമില്ല കേട്ടോ. ഇത് കുറച്ചെടുത്താൽ മതി. ഈ ഒരു ഷാംപൂ ഒരു ഇച്ചിരി എടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം കുറെ കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിന്റെ ഈ രണ്ട് പ്രോഡക്ട്സും എനിക്ക് സ്മിറ്റന്ന് കിട്ടിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ട് പ്രോഡക്റ്റും അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് യൂസ് ചെയ്ത് നോക്കാവുന്ന രണ്ട് പ്രോഡക്ട്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ സെപ്പറേറ്റ് റിവ്യൂസ് ഞാൻ ഷോർട്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ അത് എന്തായാലും ഒരു ഷോർട്സ് ആക്കിയിട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പൊ എല്ലാവർക്കും കൂടുതൽ ഷോർട്സ് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടം. ലോങ് വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വളരെ കുറവാണ് അങ്ങനെ എടുത്ത് കാണുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഷോർട്സിൽ കൂടി ഇതിന്റെ റിവ്യൂ ചെയ്യാം കേട്ടോ.
നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ അക്വലോജിക്കന്റെ ഈ ഒരു ഗ്ലോ നൈറ്റ് ജെല്ലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗൈസ്. കാരണം ഇത് അത്യാവശ്യം നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പർച്ചേസ് ചെയ്യണം എന്ന് കുറെ കാലമായിട്ട് വിചാരിച്ച് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു അക്വാലോജിക്കന്റെ നൈറ്റ് ജെൽ ആണ് കേട്ടോ. ഗ്ലോ മൂസ് നൈറ്റ് ജെൽ ആണ്. പപ്പായ ആൻഡ് വൈറ്റമിൻ സി ഉണ്ട്, ബ്രൈറ്റൻ ആൻഡ് ഹൈഡ്രേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ കൊടുത്തിട്ടുള്ളത്, യുണീക് വാട്ടർ ലോക്ക് ടെക്നോളജി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫേസിൽ ഡ്രൈ ആയി നിൽക്കുന്ന ഫേസിലോട്ടല്ല മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ നല്ല രീതിക്ക് നമ്മുടെ ഫേസ് കഴുകുമല്ലോ, ക്ലെൻസ് ചെയ്യുമല്ലോ, ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് കഴുകിയിട്ട് നമ്മൾ മുഖം നനയ്ക്കുമല്ലോ ആ സമയത്ത് കഴുകുമ്പോൾ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ വെള്ളം നമ്മുടെ മുഖത്ത് നിന്ന് ഉണങ്ങി കിട്ടാൻ കുറച്ച് പണിയുണ്ടാവും. നിങ്ങൾ പാഡ് ഡ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ ലീവ് ചെയ്യാം കേട്ടോ. അത് അങ്ങനെ ഉണങ്ങി പോകില്ല. അപ്പൊ ഉണങ്ങുന്നതിന്റെ മുന്നേ ഒരു ചെറിയൊരു നനവ് നമ്മുടെ ഫേസിൽ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഫേസിലോട്ട് വേണം നിങ്ങൾ എപ്പോഴും മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നതിന് മുന്നേ സിറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ നനവോട് കൂടിയിട്ട്, ഓരോ സിറം യൂസ് ചെയ്യുമ്പോഴും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ചില സിറം യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ചിലത് യൂസ് ചെയ്യുമ്പോൾ ഓക്കെ ആണ്, വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. അപ്പൊ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫേസിൽ ആ ഒരു നനവ് വെച്ചിട്ട് ആ നനവിലോട്ട് വേണം നിങ്ങൾ മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അത് നിങ്ങളുടെ മോയ്സ്ചറിനെ, നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങളുടെ ഫേസിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വാട്ടർ കണ്ടന്റിനെ എന്ത് ചെയ്യും, മോയ്സ്ചറൈസേഴ്സ് നിങ്ങളുടെ സ്കിന്നിൽ ലോക്ക് ചെയ്ത് വെക്കുക ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലും അതന്നെ പറയുന്നത് കണ്ടോ, യുണീക് വാട്ടർ ലോക്ക് ടെക്നോളജി എന്ന്. അപ്പൊ നിങ്ങളുടെ ഫേസിൽ വാട്ടർ ഉണ്ടായിരിക്കണം, എങ്കിലാണ് അത് നിങ്ങളുടെ സ്കിന്നിൽ ആ ഒരു വാട്ടർ ലോക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ കുറെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം വിചാരിച്ചു. അപ്പൊ ഞാൻ വലിയ ബോട്ടിലിൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പൊ അത് വാങ്ങുന്നതിന് മുന്നേ നമുക്ക് റിസൾട്ട് ഉണ്ടോ യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാന്നൊക്കെ അറിഞ്ഞിട്ട് ഇത് വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്മിറ്റന്ന് കണ്ടപ്പോ ഞാൻ വേഗം തന്നെ ഓർഡർ ചെയ്തു കേട്ടോ. കണ്ടോ, ഫോക്കസ് ആവുന്നുണ്ടോ? ഇതാണ് പ്രോഡക്റ്റ് വരുന്നത്. പക്ഷെ ഇതിന്റെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്, വെറും 15 ഗ്രാം ആട്ടോ കിട്ടുന്നത്. നമുക്ക് ജസ്റ്റ് കുറച്ചു കാലം യൂസ് ചെയ്ത് നോക്കാനുള്ള പ്രൊഡക്റ്റ് ഇതിൽ ഉണ്ടാവത്തുള്ളൂ. ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് വളരെ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് ഇത്ര നിൽക്കുന്നത്. കണ്ടോ, പ്രൊഡക്റ്റ് ഫില്ലായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ ഫില്ലായിട്ടല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു മൈൽഡ് പ്ലസന്റ് സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. പിന്നെ ഇത് ഫേസിൽ ഇടുമ്പോ എങ്ങനെയാണെന്നറിയോ, നമുക്ക് നമ്മുടെ ഫേസ് ഇങ്ങനെ ഒരു പപ്പായ ഇങ്ങനെ നമ്മുടെ ഫേസിൽ പഴുത്ത പപ്പായ എടുത്തിട്ട് ഉടച്ചിട്ട് നമ്മുടെ ഫേസിൽ ഇടുമ്പോ എങ്ങനെ ഉണ്ടാവും, അതേപോലെയാണ് കേട്ടോ ഇത്. കണ്ടോ, നല്ലൊരു പപ്പായ എടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഉടച്ചിട്ട് ഇടുമ്പോ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് ഇതിന്റെ ഒരു നമുക്ക് ഫേസിൽ ഇടുമ്പോൾ തോന്നുക. നമുക്ക് ആ ഒരു ഫീല് ഭയങ്കര രസമാണ്. അപ്പൊ നിങ്ങൾക്ക് അത്ര പ്രൈസ് കൊടുത്ത് വാങ്ങിക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാട്ടോ. കാരണം നല്ലൊരു, അതുപോലെ അത്യാവശ്യം നമ്മുടെ മോയ്സ്ചർ ലോക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ട്, മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്റെ ഒരു സ്കിന്നിലൊക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളത് ഓയിലി സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം ഇത് ജെല്ലാണല്ലോ, ജെൽ മോയ്സ്ചറൈസേഴ്സ് ആണല്ലോ. അപ്പൊ നിങ്ങളത് എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിലും നല്ല എന്താ പറയാ ഒരു കോമ്പിനേഷൻ കൈൻഡിൽ തന്നെ ഓയിലി ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസർ ആണ്. പക്ഷെ ഇതിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പ്രോഡക്റ്റ് ആകെ 60 ഗ്രാമിന് എത്രയോ 400 ചില്ലാനോ 500 ചില്ലാനോ എന്തോ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് എഗെയിൻ വരുന്നത് അക്വലോജിക്കന്റെ തന്നെ മറ്റൊരു മോയ്സ്ചറൈസർ ആണ്. അത് നൈറ്റ് ജെൽ ആണ്. ഇത് വരുന്നത് ഒരു അക്വലോജിക്ക ഗ്ലോ പ്ലസ് ഹൈഡ്രാ ജെൽ മോയ്സ്ചറൈസർ ആണ്. ഇതും ഓൾസോ പപ്പായ ആൻഡ് വൈറ്റമിൻ സി ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ബ്രൈറ്റൻ ആൻഡ് ഹൈഡ്രേറ്റ് ആ സെയിം സംഭവം തന്നെയാണ് ഇതിലും എഴുതിയിട്ടുള്ളത്. മറ്റത് നൈറ്റ് ജെൽ ആണെങ്കിൽ ഇത് ഗ്ലോ പ്ലസ് ഹൈഡ്രാ ജെൽ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാണിച്ചുതരാം, കാണുന്നുണ്ടോ? ഫോക്കസ് ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ശരിക്കും മറ്റേതിന്റെ ബോട്ടിൽ എനിക്ക് ബോട്ടിൽ മാറിപ്പോയ പോലെ ഫീൽ ചെയ്യാം. അതിന്റെ കണ്ടോ ഇങ്ങനെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡല്ലേ, പക്ഷെ ശരിക്കും ഇതിലാണ് അത് വരേണ്ടതെന്ന് തോന്നിപ്പോവും. കാരണം ഇത് കണ്ടോ ഫുൾ ഇങ്ങനെ എന്താ പറയാ യെല്ലോ കളറിലാണ് ഈ ഒരു ബോട്ടിൽ വരുന്നത്. യെല്ലോ ആൻഡ് ഓറഞ്ച്, ഭയങ്കര ക്യൂട്ട് ആയിട്ടില്ലേ കാണാൻ കുട്ടി. ഇത് എത്രയാണ്, ഇത് 20 ഗ്രാം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഏകദേശം എനിക്ക് 2 ബോട്ടിൽ കണ്ടിട്ട് ചിലപ്പോ പ്രൊഡക്റ്റ് അവരതിൽ വെക്കുന്നത് ചിലപ്പം മേ ബി വ്യത്യാസം ഉണ്ടാവായിരിക്കും, അതുകൊണ്ടായിരിക്കും. കണ്ടോ, ഇതിൽ കാണുമ്പോൾ ശരിക്കും ഈ പ്രൊഡക്റ്റ് ഇതിൽ വരണമെന്നാണ് നമുക്ക് ഫീൽ ചെയ്യാം. കാരണം കളർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുക. ഇത് പക്ഷെ വരുന്നത് 15 ഗ്രാമേ വരുന്നുള്ളൂ കേട്ടോ ഇതിൽ പ്രൊഡക്റ്റ്. ഇതിൽ പക്ഷെ എത്ര വരുന്നുണ്ട്, ഇതിൽ 20 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് വരുന്നുണ്ടെന്നാണ് ഇവര് പറയുന്നത്. എനിക്കിത് കണ്ടിട്ട് ഈ പ്രൊഡക്റ്റ് ആണ് വലുപ്പം തോന്നുന്നത്. ഇത് കുറച്ചും കൂടിയും വലിയതായിട്ട് ഫീൽ ചെയ്യുന്നു. ഇത് പക്ഷെ 15 ഗ്രാം എന്നാ കൊടുത്തത്. മേ ബി ഇതിൽ അവർ നിറച്ചിട്ടുള്ളത് കുറവായിരിക്കും. ഇതില് പ്രൊഡക്റ്റ് വരുന്നത് കണ്ടോ, ഈ ഒരു പ്രൊഡക്റ്റ് ആണ് വരുന്നത്.
ഇതെന്തൊരു സ്മെല്ലാന്നറിയോ, അടിപൊളി സ്മെല്ലാണ്. നല്ല അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയാൻ ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസിയാണ്. അത് നിങ്ങൾക്ക് ഷോർട്സിൽ ഞാൻ കാണിച്ചു കേട്ടോ. ഇതിപ്പോ ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ലെങ്തി വീഡിയോ ആയിട്ട് പോകും. ഇത് ഇതുപോലെ വൈറ്റ് കളറിലുള്ള ഒരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. കണ്ടോ, ഇതൊരു കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. സോ ഈ പ്രൊഡക്റ്റ് ഭയങ്കര തിക്കാണ് കേട്ടോ. നമുക്കിങ്ങനെ ഭയങ്കര തിക്ക് ജെല്ലാണ്. അതുകൊണ്ട് നമുക്ക് ഫേസിൽ ഇടുമ്പം ഭയങ്കര ഇങ്ങനെ നമ്മളെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുന്നവർ അങ്ങനെ തോന്നൂല, അങ്ങനെ തോന്നും കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ സ്മിറ്റന്റെ ട്രയൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ 2 പ്രൊഡക്റ്റും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അക്വാലോജിക്കിന്റെ നൈറ്റ് ജെല്ലും അതേപോലെ തന്നെ അക്വാലോജിക്കിന്റെ ഈ ഒരു മോയ്സ്ചറൈസറും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വലിയ ബോട്ടിൽ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയത് വാങ്ങാം. പക്ഷെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുമെന്നൊക്കെ അറിയണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് വാങ്ങിക്കുകയായിരിക്കും ബെറ്റർ. ഓക്കെ, സോ അതാണ് അടുത്ത പർച്ചേസ്. അപ്പൊ ഇത്രയാണ് കേട്ടോ ഞാൻ നോർമലി പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു 4 പ്രൊഡക്റ്റ്. കാരണം 8 ട്രയൽ പോയിന്റ്സ് അല്ലേ ഉണ്ടാവുക. അപ്പം ഇതിനൊക്കെ 2 or 3 ട്രയൽ പോയിന്റ്സ് എന്തോ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ 4 പ്രൊഡക്ട്സ് ആണ് ഞാൻ 8 ട്രയൽ പോയിന്റ്സ് വെച്ച് വാങ്ങിച്ചിട്ടുള്ളത്, ഈ 4 പ്രോഡക്ട്സും. പിന്നെ 0 ട്രയൽ പോയിന്റിന് എനിക്ക് ഒരു ഫേസ് വാഷും കിട്ടി. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് ഫ്രീ ആയിട്ട് ഇതിന്റെ കൂടെ കിട്ടിയിട്ടുള്ള ഫ്രീബീസ് ആണ് കേട്ടോ. അത് ഇവർ ഇങ്ങനെ ഒരു വേറെ തന്നെ ഒരു ഇതിലാക്കിയിട്ടാണ് ബോക്സിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ അതിന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു 3 സംഭവങ്ങൾ വരുന്ന കോംബോ ആണ് കേട്ടോ. അത് ഏതൊക്കെയാന്നുള്ളത് ഞാനിപ്പോ കാണിച്ചു തരാവേ. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു മൾട്ടി പർപ്പസ് ടോണർ ആണ് കേട്ടോ. ഈ ഒരു ബ്രാൻഡിന്റെ ഫോർ ക്ലിയർ സ്കിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. മൾട്ടി പർപ്പസ് ടോണർ നൗറിഷിംഗ് ആൻഡ് മോയ്സ്ചറൈസിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ബ്രാൻഡ് നെയിം വരുന്ന അരേ എന്നാണ്. എനിക്ക് തോന്നുന്നു ഇത് മാമാർത്തിന്റെ തന്നെ ബ്രാൻഡ് ആണെന്ന് തോന്നുന്നു. അവരുടെ തന്നെ ഒരു ബ്രാൻഡാണ് ഈ ഒരു ബ്രാൻഡ്. സൊല്യൂഷൻസ് ഫോർ ഹെൽത്തി സ്കിൻ പ്ലസ് ഹീറോ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതുവരെ തുറന്നു പോലും നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതുകൊണ്ട് ഈ ഒരു ടോണർ ഞാനിത് എപ്പോഴാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു കുട്ടി 15 ml ആണ് കേട്ടോ വരുന്നത്. ഇതിന്റെ ബോട്ടിൽ വരുന്ന ഇങ്ങനെയാണ്. കണ്ടോ, ഇങ്ങനെയാണ്. സ്പ്രേ ബോട്ടിൽ അങ്ങനത്തെ ഒന്നല്ല. എനിക്ക് ശരിക്കും ടോണേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് സ്പ്രേ ബോട്ടിലാണ് ഇഷ്ടം. പക്ഷെ ഇത് ട്രയൽ അല്ലേ, ട്രയൽ പ്രൊഡക്റ്റ് അല്ലേ, അതുകൊണ്ട് സ്പ്രേയിലല്ല കേട്ടോ വരുന്നത്. പിന്നെന്താ ഒക്കെ പറഞ്ഞില്ലേ. ഇതിൽ അവർ കൊടുത്തിട്ടുള്ളത് എന്താണെന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് വരുന്നത് ബാംബു വാട്ടറിൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുള്ള ബാംബു വാട്ടർ ഉണ്ട്. അതിന്റെ ബെനിഫിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഹൈഡ്രേറ്റ്സ് ആൻഡ് സൂട്ട്സ് എന്നാണ്. പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് എക്സ്പോളിയേറ്റ്സ് ആൻഡ് ബ്രൈറ്റൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ ഈതോക്സി ഡൈ ഗ്ലൈക്കോൾ ഉണ്ട്. അതെന്താ ചെയ്യുന്നത്, എൻഹാൻസസ് അബ്സോർപ്ഷൻ. പിന്നെ വരുന്നത് പ്രൊപ്പെയിൽ ഡയോളോ അങ്ങനെ എന്തോ ആണ് വരുന്നത്. അത് ബൂസ്റ്റ് മോയ്സ്ചർ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അവർ പറയുന്ന മോയ്സ്ചർ എ കോട്ടൺ പാഡ് ആൻഡ് ജെൻലി സ്വീപ്പ് അക്രോസ് ദി ഫേസ് ആഫ്റ്റർ ക്ലൻസിംഗ് എന്നാണ്. യൂസ് ഇൻ ദി ഈവനിങ്ങിൽ യൂസ് ചെയ്യാനാട്ടോ പറയുന്നത് ഈ ഒരു ടോണർ വരുന്നത്. മൾട്ടി പർപ്പസ് ടോണർ ആണ്. അപ്പൊ ഇതാണ് അവർ ഫ്രീബി ആയിട്ട് തന്നതിലുള്ള ഒരു പ്രൊഡക്റ്റ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് മാമ എർത്തിന്റെ ഈ ഒരു ആലോവേര ഫേസ് വാഷ് ആണ് കേട്ടോ. കണ്ടോ, ഇത് 20 ml ഓഫ് ഫേസ് വാഷ് ആണ് വരുന്നത്. വിത്ത് ആലോവേര ആൻഡ് അശ്വഗന്ധ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫോർ യൂത്ത്ഫുൾ ഗ്ലോ. ഈ ഒരു ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിവ്യൂ ഞാൻ വേറെ ചെയ്യാട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പൊ എത്രയായി എന്നറിയാം. എന്റെ കയ്യിൽ കിട്ടിയിട്ട് കുറേ കാലമായി. ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള കുറച്ച് റിവ്യൂസ് ഉണ്ടല്ലോ, ആ പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. യൂസ് ചെയ്യാതെ ഇതിന്റെ റിവ്യൂ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് റിവ്യൂ പറയാൻ പറ്റില്ല. മെയ്ഡ് സേഫ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഫോർ യൂത്ത്ഫുൾ സ്കിൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്ലൈ സ്മോൾ എമൗണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക നിങ്ങൾ വാങ്ങുമ്പോൾ. അപ്പൊ ഈ ഒരു ഫേസ് വാഷിന്റെ റിവ്യൂ ഞാൻ ഷോർട്സിൽ ഇടാനായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഫ്രീബി ആയിട്ട് കിട്ടിയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പ്ലമ്മിന്റെ ഈ ഒരു ഓട്ട് സെറമൈഡ് ബാരിയർ ലവ് ഫേസ് ക്രീം ആണ്. സപ്പോർട്ട് സ്കിൻ ബാരിയർ, നൗറിഷസ് ഡ്രൈ സ്കിൻ വിത്ത് വൈറ്റമിൻ ഇ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ പ്രോഡക്റ്റ് വരുന്നത്. ഇത് പക്ഷേ 15 gram വരുന്നുള്ളൂ ഗൈസ്. 15 gram വരുന്നുള്ളൂ പ്രൊഡക്റ്റ്. അപ്പം ഈ ഒരു 3 പ്രൊഡക്ട്സ് ആണ് എനിക്ക് ഫ്രീബി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ എനിക്ക് 8 പ്രൊഡക്ട്സ് ആണ് ഈ ഒരു ബോക്സിലുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു 8 പ്രോഡക്ട്സ് ആണ് ഞാൻ എത്ര റുപ്പീസിന് വാങ്ങിച്ചിട്ടുള്ളത്. വെറും 244 rupees കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളത്. സ്മിറ്റൻ ഇപ്പം ആ ഒരു റേറ്റിലാണ് നമുക്ക് 8 ട്രയൽ പോയിന്റ്സ് വെച്ചിട്ട് വാങ്ങാനായിട്ട് പറ്റുക. പിന്നെ നിങ്ങൾക്ക് ഒരു പാസ് ഉണ്ട് കേട്ടോ. ഒരു പാസ് എന്തുകൊണ്ട് അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 14 ട്രയൽ പോയിന്റ്സ് കിട്ടും കേട്ടോ. ആ 14 ട്രയൽ പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് തിരഞ്ഞെടുക്കുക. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര ഒരു എക്സ്ട്രാ പൈസയും കൂടി കൂടും തോന്നുന്നു. ഏകദേശം 300 രൂപന്റെ അടുത്ത് അങ്ങനെ വരും. 190 സംതിങ് എന്തോ റുപ്പീസ് വരും. അപ്പൊ ഞാൻ
എനിക്ക് ഈ ഒരു പ്രൊഡക്ട്സ് മതിയായിരുന്നു ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ട്രൈ ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. ഞാൻ ഓൾറെഡി ഈ ഒരു ബോക്സിൽ പൈസ ഒന്നും കൊടുക്കാതെ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ അതും എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇതിൽ തന്നെ ഏകദേശം 7-8 പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് കാണിച്ചതാണ്. അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഐക്കാർട്ടിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമില് എന്താ പറയാ സ്കിൻ കെയർ അങ്ങനത്തെ റിലേറ്റഡ് വീഡിയോസ് മാത്രം, സ്കിൻ കെയർ അതുപോലെ തന്നെ ഡ്രസ്സിന്റേത് അങ്ങനത്തെ ഉണ്ടാവില്ല, അങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് മാത്രം ചെയ്യാനായിട്ട് ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫോളോവേഴ്സ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ട്, ഇൻസ്റ്റഗ്രാമിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ട് ഫോളോ ചെയ്യാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കിയിട്ട്. ബാക്കി മെയിൻ അക്കൗണ്ടിൽ ഞാൻ കൂടുതലും എല്ലാ ടൈപ്പ് ഓഫ് വീഡിയോസും ഞാൻ ഇടാറുണ്ട്. വ്ളോഗ്സ് ചെയ്യാറുണ്ട്, ഫുഡ് വ്ളോഗ്സ് ചെയ്യാറുണ്ട്, സ്കിൻ കെയർ, ഡ്രസ്സ്, അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് സംഭവങ്ങളും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. അപ്പൊ ഞാൻ എന്തൊരു സ്കിൻ കെയർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു രീതിക്കുള്ള വീഡിയോസ് ചെയ്യാൻ മാത്രമായിട്ട് ഒരു പേജ് തുടങ്ങിയിട്ടുള്ളതാണ്. അത് എനിക്കറിയില്ല, ഞാൻ എന്റെ ഒരു ആവശ്യത്തിന് തുടങ്ങിയതാണ്. നോക്കിയിട്ട് ചിലപ്പോൾ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ മെയിൻ ആയിട്ട് 2 അക്കൗണ്ടും കൂടി നമുക്ക് നോക്കാനായിട്ട് കുറച്ച് പാടല്ലേ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ കൊളാബ് ചെയ്തിട്ട് ഇടാന്നുള്ളതാണ്. കാരണം ആ ഒരു പേജിൽ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്സ്, നമ്മുടെ സ്കിൻ കെയർ, മേക്കപ്പ് പ്രോഡക്ട്സിന്റെ ഒക്കെ വീഡിയോസ് മാത്രമായിട്ട് ആ ഒരു പേജിൽ പോസ്റ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ വീഡിയോസ് മാത്രം കാണാൻ ഇഷ്ടപ്പെടുന്നവർ ആ ഒരു പേജ് ഫോളോ ചെയ്യാട്ടോ. അതിന്റെ എന്താ പറയുക യൂസർ ഐ ഡി ഞാൻ ഇവിടെ താഴെ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പൊ നിങ്ങൾ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഫോളോ ചെയ്യണേ. ഞാൻ പുതിയ തുടങ്ങിയിട്ടുള്ള പേജാണ് കേട്ടോ. അപ്പൊ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് വരുന്നത്. അപ്പൊ ഇനിയും ഇതുപോലത്തെ കൂടുതലും ഞാനിപ്പോ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്ന കുറവാണ്. ഞാൻ കൂടുതലും റീസെന്റ് ഇട്ടിട്ടുള്ള ട്രാവൽ കൈൻഡ് ഓഫ് വീഡിയോസ് ഒക്കെയാണ്. കാരണം ഞാൻ ട്രാവൽ ചെയ്യാനായിട്ട് പോകുമ്പോൾ ഞാൻ വിചാരിക്കും എന്തുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്തോടാ, അപ്പൊ ഒരു ട്രാവൽ വ്ളോഗ് പോലെ ചെയ്യാലോന്ന്. അപ്പൊ ഞാൻ അങ്ങനെ എടുത്തു പോകും. അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഒക്കെയാണ് ഇപ്പൊ ഞാൻ ലാസ്റ്റിൽ ഇട്ടിട്ടുള്ളതെല്ലാം. അതൊക്കെ കുറെ മുന്നേ പോയതാട്ടോ, ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഇടുന്നത്. പിന്നെ റീസെന്റ് പിന്നെ ഞാൻ ഒരു സ്ഥലം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ട്രാവൽ വ്ളോഗും എന്റെ കിടക്കുന്നുണ്ട്, എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇടണം. അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഒക്കെ വരാനായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി നമ്മൾ ബാക്ക് ടു ഇങ്ങനത്തെ വീഡിയോസ് എനിക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, നമ്മൾ ഇരുന്നിട്ട് സംസാരിക്കുന്ന കൈൻഡ് ഓഫ് വീഡിയോ. പിന്നെ എന്റെ ബോട്ടോക്സിന്റെ അപ്ഡേറ്റ് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിനെ കുറിച്ചിട്ട് ഉള്ള വീഡിയോ ഒന്ന് ചെയ്യോ എന്താണ്. ഇപ്പൊ ഞാൻ ബോട്ടോക്സ് ചെയ്തില്ല. പിന്നെ ഇപ്പൊ ഞാൻ ബോട്ടോക്സിനെ കുറിച്ചിട്ട് എന്റെ ഒരു അഭിപ്രായം എന്താണ്. ഇപ്പം 6 months ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ജാനുവരിയിലല്ല ചെയ്ത്, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, യെസ്, ബോട്ടോക്സ് ചെയ്തിട്ട് എന്റെ 6th month ആണിത്. അപ്പൊ എന്താണ് ഇപ്പത്തെ ഒരു ഹെയറിന്റെ അവസ്ഥ എന്താണ്, പിന്നെ അതേപോലെ തന്നെ ബോട്ടോക്സ് ഞാൻ വേറെ ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ കുറെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോരുത്തർ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. പിന്നെ കോമന്റിൽ വരാറുണ്ട് ബോട്ടോക്സിന്റെ എഫക്ട് ഫുള്ള് പോയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ വിചാരിക്കുന്ന സെപ്പറേറ്റ് ആയിട്ട് നോക്കട്ടെ. ഞാൻ ഓൾറെഡി 2 months അപ്ഡേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പത്തെ അവസ്ഥ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ബോട്ടോക്സിന്റെ വേണോ, മൊത്തത്തിലുള്ള ഒരു അപ്ഡേറ്റ് വേണോ, ബോട്ടോക്സ് ചെയ്യാൻ വിചാരിക്കുന്നവർക്ക്, തിൻ ഹെയറിൽ ചെയ്യാൻ വിചാരിക്കുന്നവർക്ക് ചെയ്യണോ വേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാട്ടോ. അത് താഴെ ഒന്ന് കമന്റ് ചെയ്ത് പറയാനായിട്ട് മടിക്കരുത്. സ്മിറ്റൻ ആപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാട്ടോ. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിലോട്ട് നേരെ പോവാം. മീൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനോട് നേരെ പോയിട്ട് അവിടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെന്താ, ഓക്കെ, അത്രയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസ് ആണ് വേണ്ടതെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഫോൺ ചെയ്ത്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.